ഹലോ ഗായ്സ്, അങ്ങനെ സന്തോഷത്തോടു കൂടി ബിഗ് ബോസ് സീസൺ 6 മലയാളം ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചു. ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു, അത് തീർന്നു. അപ്പോൾ വിന്നറായിട്ടുള്ളത് ജിൻഡോ ആണ്. J4 ജിൻഡോ ഫസ്റ്റ് വിന്നർ. സെക്കൻഡ് റണ്ണറപ്പായിട്ടുള്ളത് അർജുനാണ് കേട്ടോ. തേർഡ് ജാസ്മിനാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫിനാലെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു 3-4 പേരുണ്ട്. ആ വന്നിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ അൻസിബയെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അൻസിബ ഔട്ടായിപ്പോയി. അപ്പോൾ ജിൻഡോ, ജാസ്മിൻ, അർജുൻ, പിന്നെ അഭിഷേക്, ഋഷി, ഈ 5 പേരാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഋഷിയും അതുപോലെ തന്നെ അഭിഷേക് ഔട്ടായി പോകുന്നുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ജാസ്മിനും ജിൻഡോ തന്നെ ആയിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. അർജുന എനിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ സെക്കൻഡ് റണ്ണറപ്പായിട്ട് വന്നത് അർജുനാണ്. ഓക്കെ, ഇപ്പോൾ ജാസ്മിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ഈ ബിഗ് ബോസിൽ. ജാസ്മിൻ വരുമോ അല്ലെങ്കിൽ ജിൻഡോ വരുമോ, ആർക്കാണ് കപ്പ് കിട്ടുക? പക്ഷെ ഞാൻ ജാസ്മിന് സെക്കൻഡ് റണ്ണറപ്പായിട്ട് വിചാരിച്ചിരുന്നു. പക്ഷേ എന്താണ് ജാസ്മിന് കിട്ടാഞ്ഞത് ഉള്ള കാര്യം അറിയില്ല. ആ സമയത്ത് അർജുൻ കയറി വന്നു. ഇതൊക്കെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഇതൊക്കെ ജനങ്ങൾ കൊടുക്കുന്ന വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. പണ്ട് ആരോ അതുപോലെ തന്നെ ചില അഖിൽമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവർ കൊടുക്കുന്നത് തെറ്റാണ്. ഇതോടുകൂടി മനസ്സിലാക്കാം. ഒരിക്കലും അല്ല, വോട്ടിങ് നോക്കിയിട്ട് തന്നെയാണ് വിന്നർ എടുക്കുന്നത്. ജിൻഡോക്ക് നല്ല വോട്ടിങ്ങാണ്. നിങ്ങൾ ഓരോ കമൻസ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ജിൻഡോ തന്നെ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ ജയിച്ചത്. അല്ലാതെ അവർ ഈ അഖിൽമാരും സുബിനും ഒക്കെ പറയുന്ന പോലെ ഇതൊന്നും ആൾക്കാരുടെ ബിഗ് ബോസ് സ്വന്തമായിട്ട് തീരുമാനിക്കുന്ന കാര്യമൊന്നുമല്ല. ജനങ്ങളുടെ വോട്ടിങ്ങിന് അനുസരിച്ചാണ് ഇവർ വിന്നർ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഈ വോട്ടിംഗ് സിസ്റ്റത്തിൽ ജാസ്മിൻ തേർഡാണല്ലോ. അപ്പോൾ ആ സംഭവം കഴിഞ്ഞു. ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റൊക്കെയാണ് സംഭവിച്ചത്. ജാസ്മിന് തേർഡായി പോയി. കാരണം അത് വല്ലാത്ത ട്വിസ്റ്റായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജാസ്മിന് സെക്കൻഡ് കിട്ടുമെന്ന് വിചാരിച്ചു. കാരണം ഇത്രത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടായിട്ടുണ്ടല്ലോ, ജാസ്മിൻ ഗബ്രിയൊക്കെ ആയിട്ട്. സത്യത്തിൽ എനിക്ക് ജാസ്മിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അവൾ എത്രത്തോളം അതിൽ കടന്ന് കുറേ കഷ്ടപ്പെട്ടതല്ലേ. അവനായിട്ട് കുറേ പരിപാടി അത് ഇതും, പിന്നെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കേട്ട്, ഒരുപാട് സംഭവങ്ങളൊക്കെ കേട്ട്, പുറത്തുള്ള വിവാദങ്ങൾ കൊണ്ട് അങ്ങനെ കുറേ തലവേദന അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചു ജാസ്മിന് കിട്ടുമെന്ന്. പക്ഷേ ജിൻഡോ അത് അടിച്ചു മാറ്റി. ഇപ്പോൾ ജിൻഡോ പറഞ്ഞ വ്യക്തിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളെല്ലാവരും മണ്ടനായിട്ടാണ് പറയണത്. ബിഗ് ബോസിലുള്ള എല്ലാവരും ആളെ അവോയ്ഡ് ചെയ്തു, ഒരു ഒറ്റപ്പെടുത്തി അവഗണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ജിൻഡോ. പക്ഷേ ആൾ തന്നെ ലാസ്റ്റ് കപ്പ് അടിച്ചു മാറ്റി. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സൊസൈറ്റി ഇതൊറ്റൊരു ഉദാഹരണമാണ്. പലപ്പോഴായിട്ട് നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും. അവർക്കാണ് അവസാനം വിജയം ഉണ്ടാവുക. അതെൻ്റെ ഒരു സത്യമാണ്. പല ആൾക്കാരും കുറ്റം പറയുന്ന, അവഗണിച്ച് മാറ്റി നിർത്തുന്ന ആൾക്കാരുണ്ടല്ലോ. നിങ്ങളൊന്ന് എല്ലാ ആൾക്കാരും എടുത്ത് നോക്കൂ. ഭൂരിപക്ഷം ആൾക്കാർ അവർ അവസാനം വിജയം കൈവരിച്ചിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഫാക്ടർ. സോറി, എൻ്റെ ടങ് മാറിപ്പോകുന്നതിന് സോറി കേട്ടോ. വിജയം കൈവരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി. കാരണം ഈ ബിഗ് ബോസിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരാളാണ്. ആൾക്ക് പ്രത്യേകിച്ച് സപ്പോർട്ട് ആരും ഉണ്ടായിരുന്നില്ല. ജാൻമണി മാത്രം കുറച്ച് സപ്പോർട്ട് എന്തോ കൊടുത്തു, പക്ഷേ ആൾ ഔട്ടായി പോയി. പക്ഷേ വേറൊരു വ്യക്തിയിൽ നിന്നൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ജിൻഡോയ്ക്ക് കിട്ടിയിരുന്നില്ല ബിഗ് ബോസിൽ. പക്ഷേ പുള്ളി തന്നെ അവസാനം കപ്പടിച്ചും ചെയ്തു. അതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന സംഭവം. അപ്പോൾ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കപ്പടിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി ജിൻഡോ തന്നെയാണ് സത്യത്തിൽ, എല്ലാ അർത്ഥത്തിലും. കാരണം ഒരു 100 ദിവസം ബിഗ് ബോസിൻ്റെ അകത്ത് ഇരുന്ന് ഇത്രയും ആൾക്കാരുടെ അവഗണനയും ഒറ്റപ്പെടുത്തലൊക്കെ സഹിച്ച് ക്ഷമിച്ച് അതിൽ നിന്നിട്ടുള്ളൊരു വ്യക്തി ആണ് ജിൻഡോ. അപ്പോൾ ആ വ്യക്തിക്ക് 100% കപ്പടിക്കാനുള്ള യോഗ്യതയുണ്ട്. ജാസ്മിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ജാസ്മിൻ ചെയ്തിട്ടുണ്ട്, കണ്ടൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എവിടെയോ ജാസ്മിൻ ചെയ്തൊരു മിസ്റ്റേക്ക്, അതായത് ഈ ഗബ്രി ആയിട്ടുള്ള ഈ സംഭവം, ഇതാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരുടെ വോട്ട് ഡൗൺ ആയതും. ഒരുപക്ഷെ ജാസ്മിൻ ഈ സംഭവം ഇല്ലാതെ, ഈ ജാസ്മിൻ എന്ന് മുതലാണ് ഇൻഡിവിജ്വൽ പ്ലെയർ ആയത്? ഗബ്രി ഔട്ടായതിനു ശേഷമല്ലേ? അതിന് മുമ്പ് വരെ ഗ്രൂപ്പായിരുന്നല്ലോ, ഗബ്രി ജാസ്മിൻ ആയിരുന്നല്ലോ. അപ്പോൾ ആ
ഗ്രൂപ്പിസത്തിൽ നിന്ന് വിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പുള്ളിക്കാരി ഒറ്റ കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചെങ്കിലും ആൾക്കൊരു വോട്ട് കിട്ടിയത്. അപ്പോൾ ആ ഒറ്റ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ജാസ്മിന് ഈ നെഗറ്റീവ്, അതായത് ഈ വോട്ട് കുറയാൻ അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് റണ്ണറപ്പ് ആവാൻ പോലും സാധിക്കാഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിഗ് ബോസ് ഷോയിൽ നമ്മൾ കളിക്കുമ്പോൾ ഇൻഡിവിജ്വൽ പ്ലെയർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. ഇതൊരു കോമ്പറ്റീറ്റീവ് ഷോ ആണ്. കോമ്പറ്റീറ്റീവ് എക്സാം എങ്ങനെയാണ്? ഗ്രൂപ്പീസ് അല്ലല്ലോ. അതുപോലെ ഒരു കോമ്പറ്റീറ്റീവ് ഷോയിൽ നമ്മൾ ഇൻഡിവിജ്വൽ തന്നെ കളിക്കണം. ആരും നമ്മൾ താങ്ങാനോ പിടിക്കാനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ നിന്ന് കളിച്ചൊരു വ്യക്തിയാണ് ജിൻഡോ. അതുകൊണ്ട് തന്നെ ജിൻഡോ ഇതിന് മുന്നേറിയല്ലോ. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ജിൻഡോ, ബി സ്ട്രോങ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിജയങ്ങൾ കൈവരിക്കാൻ ജിൻഡോക്ക് സാധിക്കട്ടെ. ഇതൊരു തുടക്കമാവട്ടെ. അടുത്ത ബിഗ് ബോസ് ഷോ എന്ന് തുടങ്ങുമെന്നൊന്നും അറിയില്ല. എന്തായാലും അതിൻ്റെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ടാറ്റ.